പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക് നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ 2 മാസത്തെ പ്രചരണം അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു കണക്കൂട്ടൽ? ജയിക്കും, നന്നായി ജയിക്കും. അങ്ങ് നിരവധി തവണ MLA ആയതാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പുതിയ അനുഭവമല്ല. അപ്പോൾ ഇത്തരം ഒരു പ്രചരണത്തിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് പത്തനംതിട്ടയിലെ ഇടതുമുന്നണിയുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എത്രത്തോളം? ഇടതുമുന്നണി പൂർണ്ണ വിശ്വാസത്തിലാണ്. തുടങ്ങുമ്പോൾ അങ്ങനെയല്ല ഇവിടുത്തെ സ്ഥിതി. 1 മാസം പിന്നിട്ടപ്പോൾ ഒപ്പത്തിനൊപ്പമായിരുന്നു. ഇപ്പോൾ നമ്മൾ വെള്ളപ്പാട് മുന്നിലാണ്. ഈ പത്തനംതിട്ടക്കാർക്ക് LDFന് വോട്ട് ചെയ്യാൻ മടിയില്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് നിയമസഭയിലെ ഫലങ്ങൾ. അത് ഇത്തവണ ലോക്സഭയിൽ ആവർത്തിക്കും അല്ലേ? അതേന്ന് അങ്ങനെ മാറുന്നവരാരാ? ഇടത്തരക്കാർ, ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷം, പ്രത്യേകിച്ച് പെന്തക്കോസ്തൽ വിഭാഗങ്ങൾ. ദേശീയതലത്തിൽ അവർ നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതിൽ കോൺഗ്രസ്സാണ് തങ്ങളെ കൂടുതൽ സഹായിക്കാൻ പറ്റുക എന്നുള്ള ചിന്ത കൊണ്ടാണ് ഇങ്ങനത്തെ വോട്ടിംഗ് പാറ്റേൺ വരുന്നത്. കഴിഞ്ഞ തവണ അത് വളരെ പ്രകടമായിരുന്നു. ഇത്തവണ ഇലക്ഷൻ ക്യാമ്പയിൻ ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിൻ്റെ ചാഞ്ചാട്ടം മുഴുവൻ തുറന്നു കാണിക്കുക. ഈ വടക്കേ ഇന്ത്യയിലെ ക്രിസ്ത്യൻ പീഡനം ഉണ്ടായിട്ട് ഏതെങ്കിലും കോൺഗ്രസ് MLA MPയോ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സഹായിക്കാൻ ചെന്നിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് ചൂളി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രചാരണം ഈ വിഭാഗങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിയമസഭയിൽ എന്ന പോലെ തന്നെ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിലും ഇത്തരം വിഭാഗങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ഇവിടെ നിൽക്കും. ഈ പൗരത്വ ഭേദഗതിയും ബില്ലും അല്ലെങ്കിൽ നിയമവും ഒക്കെ തന്നെ ഈ മണ്ഡലത്തിലെ സജീവ ചർച്ചയായില്ലേ? സജീവ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിൽ, ചില പൂഞ്ഞാറൊക്കെ പോലുള്ള മണ്ഡലങ്ങളിൽ സവിശേഷമായ ചർച്ചയായിരുന്നു. കേരളം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമല്ല. ഇവിടെ മാത്രം അങ്ങനെ മാറി നിൽക്കുമോ? അതിൽ നല്ലൊരു കാര്യം ക്രിസ്ത്യൻ സഭകളും പൗരത്വ നിയമം, പൗരത്വം മതത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കി വിവേചനം നടപ്പാക്കുന്നതിനെ എതിർത്തു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ മണിപ്പൂർ വിഷയവും അല്ലേ ഒരു പ്രധാനപ്പെട്ട ചർച്ച തന്നെയായിരുന്നു. കേരളത്തിലെ ഔദ്യോഗിക സഭകൾ തന്നെ അതിനെതിരായിട്ട് ശക്തമായി പ്രതിഷേധിച്ചല്ലോ. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് തന്നെ ആദ്യമായിട്ടായിരിക്കും സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്ര കർശനമായ ഒരു വിമർശനം കേന്ദ്ര ഭരണത്തെക്കുറിച്ച് നടത്തുന്നത്. അത് ഇങ്ങനെ ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ട് ഒരു തീർപ്പുണ്ടാക്കിയെടുക്കാം ഇവിടെ എന്നുള്ള BJPയുടെ മോഹങ്ങൾക്കൊക്കെ അറുതി വരുത്തി. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ 2 കാര്യങ്ങൾ. ഒന്ന് കിഫ്ബിയുടെ ED ചോദ്യം ചെയ്യൽ. അത്തരം കാര്യങ്ങൾ ED കൊണ്ടുവന്നത് വാസ്തവത്തിൽ കിഫ്ബി വികസന പദ്ധതികൾ 7000 കോടിയുടെ പറയാനൊരു അവസരം കൂടി ലഭിച്ചില്ല. അതെ, പറയാൻ അവസരം കിട്ടിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ED എവിടെയാ? ഈ തെരഞ്ഞെടുപ്പിൽ UDF ഇത് വലിയ വിവാദമാക്കി. ED ചോദ്യം ചെയ്യും, പിടിക്കും എന്നൊക്കെ പറഞ്ഞു കിടന്നു. ഇപ്പോൾ ED എവിടെയാ? പക്ഷേ BJPയെക്കാട്ടും കൂടുതൽ ഇത് പ്രചരണത്തിൽ രംഗത്തിറക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ പര്യവസാനം നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ഈ മൊത്തം ED വിവാദം ഒരു അനുകൂല ഘടകമായി മാറിയിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസ് കൊണ്ടുവന്ന കുടുംബശ്രീയുടെ വിഷയം, കുടുംബശ്രീയും അതുകൊണ്ട് കൂടുതൽ വോട്ടുകൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എത്താൻ സാധിക്കും. ഇവർ കുടുംബശ്രീക്ക് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പത്രത്തിലും വരില്ല, അച്ചടി മാധ്യമത്തിലൊന്നും വരില്ല. വിഷ്വൽ മീഡിയയിലും വളരെ പരിമിതമായിട്ട് അങ്ങനെയുള്ള കാര്യക്കാൻ വരത്തുള്ളൂ. പക്ഷേ കോൺഗ്രസ് നിരന്തരമായി പ്രസ്താവന ഇറക്കി ഒന്നും ധാരണയില്ലാത്ത കുടുംബശ്രീക്കാർക്ക് പോലും ഞാനെന്തോ ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണെന്നൊരു തോന്നലുണ്ടാക്കിയെടുക്കാൻ സഹായിച്ചു. അതുകൊണ്ട് ഈ ആക്ഷേപങ്ങളൊക്കെ വിപരീത ഫലമാണ് കോൺഗ്രസിന് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ. അവസാനം 3-3-ലധികം ആളുകളാണ് ജോലി ലഭിച്ചവർ വന്നത്. വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ. ആ പരിപാടി ലോഞ്ച് ചെയ്യപ്പോഴത്തേനും ഇലക്ഷൻ ഡിക്ലറേഷനായി. പിന്നെ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അതിൻ്റെ സർക്കാർ കാര്യം പോലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊടുന്നതിനെ പെട്ടെന്നാണ് ഒരു കൃത്യം 7 പേര് സ്വീകരണ സ്ഥലത്തെത്തി. പല സ്ഥലത്ത് ആരും വിളിച്ചു കൊണ്ടൊന്നൊന്നുമല്ല, ജോലി കിട്ടി ടിക്കറ്റും വന്നേ വിദേശത്തൊക്കെ പോകാനായിട്ട്. അപ്പോൾ അതോടുകൂടി ഇത് തട്ടിപ്പാണെന്നും പറഞ്ഞ് തട്ടിപ്പിൽ പ്രതിഷേധിച്ച് തലമുണ്ടനം ചെയ്ത് കിടക്കുന്ന
ചില യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, അവരുടെയൊക്കെ ഗ്യാസ് പോയി. ഏറ്റവും ഒടുവിൽ പരാതി വന്നിരിക്കുകയാണ് വീണ്ടും വോട്ടർ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വിവരം LDF ചോർത്തി, അത് കള്ളവോട്ടുള്ള ശ്രമമാണെന്ന അവസാനത്തെ പരാതി. ഇതൊക്കെ ഉണ്ടല്ലോ, തോൽവി ഉറപ്പായപ്പോൾ മുൻകൂർ ഒരു വിശദീകരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തോൽവിക്ക്. LDF ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. LDF ഒന്നും ഇടപെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമില്ല. നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്തു, നല്ല വോട്ട് കിട്ടും, ഭൂരിപക്ഷം ഉണ്ടാവും. പിന്നെ എന്തിനാ ഈ പണിക്കൊക്കെ പോണേ? ഇതൊക്കെ തുമ്മ ദുഷ്പ്രചരണമാണ്. ഭദ്രമാണ് പത്തനംതിട്ട ഇടതുപക്ഷത്തിൻ്റെ അടുത്ത വർഷത്തിൽ. അത് തീർച്ചയായിട്ടും വളരെ നന്ദി. ഇടതുപക്ഷം ഇത്തവണ പത്തനംതിട്ടയിൽ വിജയക്കൊടി പാറിക്കുന്നു തന്നെയാണ് പത്തനംതിട്ട ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.